chicken value chicken Hi friends, welcome to Ushbi Safar. Ushbi Safarന്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് ഞാനിപ്പോൾ ഉള്ളത് അറേബ്യൻ വൈൽഡ് ലൈഫ് സെൻറ്ററിൻ്റെ മുന്നിലാണുള്ളത്. മർക്കസ് ഹയവാനാത്ത് ഷിബുൽ ജസീറ അൽ അറബിയ. അപ്പോൾ ഇതുള്ളത് ഷാർജ ഡെസേർട്ട് പാർക്കിലാണ് കേട്ടോ. അപ്പോൾ ഷാർജ ഡെസേർട്ട് പാർക്ക് അറിയാം നിങ്ങൾക്ക് 20 ദിർഹംസ് കൊടുത്തു കഴിഞ്ഞാൽ ഫീസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് എൻട്രി കിട്ടും. അപ്പോൾ ഇതിൽ 4 സംഭവങ്ങൾ കാണാനുള്ളത്. അപ്പോൾ അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒന്നാണ് അറേബ്യൻ വൈൽഡ് ലൈഫ് സെൻറ്റർ. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഇതിന് ശേഷം നമുക്ക് പിന്നെ ആസ്ട്രോണമിൻ്റെ പവലിയൻ കാണാനുണ്ട്, അതുപോലെ പിന്നെ ബൊട്ടാണിക്കൽ ഗാർഡനൊക്കെ അങ്ങനത്തെ 2-3 സാധനങ്ങളൊക്കെ കാണാനുണ്ട്. അപ്പോൾ അത് വേറെ വീഡിയോയിലായിരിക്കും കേട്ടോ. നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് അറേബ്യൻ വൈൽഡ് ലൈഫ് സെൻറ്റർ കേട്ടോ. ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ ഞാനതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഡെസേർട്ട് പാർക്ക് വിസിറ്റ് ചെയ്യാൻ വരികയാണെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് ഇങ്ങോട്ട് വരിക, ഇവിടെ വിസിറ്റ് ചെയ്തിട്ട് പിന്നെ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ വിസിറ്റ് ചെയ്യാൻ പോകട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കാണാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്. ഒരുപാട് പാർക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, പിന്നെ ബോർഡ്. ഇതിൻ്റെ ഉള്ളിലെത്തിട്ടോ റിസപ്ഷനിൽ നമ്മൾ ടിക്കറ്റ് കാണിക്കണം. അപ്പോൾ അതുപോലെ ഒന്ന് ചെയ്യും, വരുന്ന ബാർകോഡ് റീഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമുക്ക് എൻ്റർ ചെയ്യാം. ഓക്കെ, നേരെ ഇതിൻ്റെ ഉള്ളിലേക്കാണ് പോണത്. അപ്പോൾ ആദ്യമായിട്ടാണ് സ്നേക്സിൻ്റെ സ്നേക്കുകളാണ് കാണുന്നത്. പലതരത്തിലുള്ള സ്നേക്കുകളുണ്ട് കേട്ടോ. ഇതിൻ്റെ ഓരോ വിശദീകരണങ്ങളോട് എഴുതി വെച്ചിട്ടുണ്ട്. ഒമാൻ കാർപ്പറ്റ് വൈപ്പർ ആണിപ്പോൾ ഇത് കണ്ടത്. പിന്നെ ഇത് വേറെ സ്നേക്കാണ്, ഹാർഡ്വിക്സ് റാറ്റ് സ്നേക്കാണിത് കേട്ടോ. ഹാർഡ്വിക്സ് റാറ്റ് സ്നേക്കാണ് ഈ സംഭവം കാണുന്നത്. പിന്നെ അടുത്തൊരു സ്നേക്കാണ് ക്രിയേറ്റീവ്സ് ഗ്രാസ്പിക്. ഇതാണ് അറേബ്യൻ ഹോണേഡ് വൈപ്പർ. ഇതാണ് കേട്ടോ സംഭവം. നമ്മൾ ആ ഗോഡ് ലൈഫിലൊക്കെ കണ്ട ഇതാണ്. അടുത്ത് വേറെ വാങ്ങി. അറേബ്യൻ ബ്രോക്കോൺ. അടുത്താണ് വാദി റൈസർ കേട്ടോ, ഹയ്യത്തുൽ വാദി. അവിടെ കാണുന്നുണ്ട്. ഇതൊക്കെ ഒരു ഗ്ലാസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അടുത്താണ് ക്ലിഫോർഡ് ഡയമണ്ട് സ്നേക്ക്. ഡയഡം, ക്ലിഫോർഡ് ഡയഡം സ്നേക്ക് അല്ല ഹയ്യത്തുൽ മുത്തബച്ച് ഹർബാനല്ല. ഇതാണ് സംഭവം. ഓക്കെ, പേർഷ്യൻ ഹോണ്ട് വൈപ്പ് കേട്ടോ. പേർഷ്യൻ ഹോണ്ട് വൈപ്പ്. അതിൽ ഹോണ്ട് എന്ന് പറഞ്ഞാൽ ഇതുണ്ട്, കൊമ്പുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൊമ്പ് കണ്ടോ, ഗ്ലാസ് എല്ലാം ഉണ്ട്. ഭാഗ്യം ഇതൊക്കെ ഇതിന് വിഹരിക്കാനുള്ള സ്ഥലമാണ് ഇതൊക്കെ. അടുത്താണ് സിന്തസോ സ്കെയിൽഡ് വൈപ്പർ. അപ്പോൾ അതിൻ്റെ വിശദീകരണമൊക്കെ ഉള്ള ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ വരുമ്പോൾ വായിച്ചു നോക്കോട്ടെ. പിന്നെ ഇതാണ് ആ സംഭവം. എല്ലാവരും ഉറങ്ങാണെന്ന് തോന്നുന്നുണ്ട് ഈ സമയത്ത്. അങ്ങനെ 3-4 ഉണ്ട് കേട്ടോ ഇതിൽ. ഇവിടുത്താണ് ആഫ്രോ ഏഷ്യൻ സാൻഡ് സ്നേക്ക്. ഇതാണ് സംഭവം. അതാണ് കണ്ടല്ലോ. അതാണ് കേട്ടോ. അതിൻ്റെ അടുത്തേണ ഇത് അടുത്തൊന്ന് അടുത്ത് ചെക്കുന്നത് ഇവിടെ. അയ്യോ, ഇവർക്കൊക്കെ നമ്മളെ കൈ കിട്ടണ്ടല്ലോ. പ്ലാവിൻ്റെ ഇല കൊടുത്തില്ല ഇവർക്ക് തിന്നാൻ. അങ്ങനല്ല പാമ്പ് പോയാണ്ടില്ലേ. അറബ് നാട്ടിലെ പാമ്പ്, അറബ് നാട്ടിലെ പാമ്പ്. ഇതാ
അടുത്ത മൊയില സ്നേക്ക് അഫ് മാർബൂനി ദാത്തിൽ പലൻസുവ കേപ്പിള് തൊപ്പിക്കാൻ അടുക്കണ്ട് കേട്ടോ. ഇതാണ് പാമ്പുകളുടെ ഏരിയ. ഇത്രയും സംഭവങ്ങളുണ്ട്. കുറേ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് കാണാൻ. ഇനി അടുത്ത് ലിസാർഡുകൾ പല്ലികളുടെ ഏരിയ ഉണ്ട് കേട്ടോ. ഇത് ജാക്കാർഡ്സ് ലിസാർഡ്. അറേബ്യൻ കാറ്റ് സ്നേക്ക് കേട്ടോ. ഇതിനുള്ളിലുള്ള അറേബ്യൻ കാറ്റ് സ്നേക്ക് മടയിലാന്ന് തോന്നുന്നുണ്ട്. ചെക്കനെ പുറത്ത് കാണാനില്ല, ഇവിടെയൊക്കെയായിട്ടുണ്ടാവും. അടുത്ത് അറേബ്യൻ കോബ്ര, അസ്വല്ലുൽ അറബി കോബ്ര മൂർക്കൻ കിടക്കണം കേട്ടോ. നടത്തുന്നു. അടുത്ത് ബ്ലാക്ക് ഡെസേർട്ട് അസ്വലു സഹറാവി അലസൂസ്. അറേബ്യൻ എഗ് ഈറ്റർ. അടുത്തത് അൽ ഹയ്യത്തുൽ അറബിയ ലാക്കിലിൽ ബൈബിൾ. എഗ്ഗ് തിന്നണ കേട്ടോ, എഗ്ഗ് തിന്നണ പോലെ ഇതാണ് സംഭവം. എഗ് കൊണ്ട് ഉദ്ദേശം എന്താ അറിയില്ല. ചിലപ്പോൾ അതിൻ്റെ എഗ്ഗ് അതിനെ തിന്നണം, വേറെ ആൾ എഗ്ഗ് എന്നാണ് അറിയില്ല. അതിൻ്റെ പേര് ഇതാണ് എഗ്ഗ് തീനി, മുട്ട തീനി. എത്തുള്ള ബ്ലാക്ക് ഹെഡഡ് കാറ്റ് സ്നേക്ക് സുർബാൻ റസൂലത്തിൽ ഇതിലില്ല കേട്ടോ. അത് ക്ലോസ് ചെയ്തിട്ടുണ്ട് മെയിൻ്റെനൻസിന് വേണ്ടിയിട്ട്. പിന്നെ അടുത്തത് ഇതാണ് റൗണ്ട് ലീഫ് നോസ് സ്നേക്ക്. ഇപ്പോൾ ഉറപ്പില്ല അറേബ്യൻ സാൻഡ് അടുത്തത് വേൾഡ് പോന്നിട്ടോ പച്ചയപ്പോൾ പച്ച മാറി. അതിൻ്റെ പേരാണ് കേട്ടോ പഫ് അദർ. പഫ് അഡർ അലഫ് ആൻഡ് നാഫിഖ. ഉറങ്ങാണ് കേട്ടോ, ഒന്നും വെച്ചിട്ടില്ല. ലെഫ്റ്റ് ഹാൻഡ് സ്പൈനി ടൈലിൻ്റെ ലിസാർഡ്. അല്ലേ എണത് അവിടെ കിടക്കുന്നു. അടുത്ത ഒർണാറ്റെ സ്പൈനി ടൈൽഡ് ലിസാർഡ്. ഇതാണ് സംഭവം. ഡൂൺ സാൻഡ് ചെഫോ. അറേബ്യൻ സാൻഡ് ഫിഷ് സമക്കത്തെ റിമാലുൽ അറബിയ. നമ്മൾ ഫിഷിൻ്റെ പോലെ ഉണ്ട് കേട്ടോ. അതാണ് ഫിഷ് പേരിട്ടുണ്ട്, സാൻഡ് ഫിഷ്. ചിക്കൻ വണ്ടർ ജക്കോ അൽ ബറസുൽ വരീബ്. ഇതിനാണ് ചിക്കൻ. എണ്ണനൊന്നും കാണാനില്ല ഇതിൻ്റെ കൂടെ. പിന്നെ അടുത്ത് റോക്ക് സാംഫർ. ഇവിടെ ഉണ്ട് കാണാനില്ല. അടുത്തത് ഹജർ റോക്ക് അഗാമ സഹരിയ. അതാക്കണം അത് കയറി പോണം. യെസ് എസ്കേപ്പ് ചെയ്യാൻ നോക്കണം.
चढ़ती है दीवार ये दीवार चढ़ता है सिपलक तोंडा तोंडा അറേബ്യൻ ടോഡ് ജൂമിൽ അറബി. ഇതാണ് ഫ്രോഗ്. കുറേ തവളകള്. കാസ്പിയൻ ടെറാപ്പിൻ ഉണ്ടോ? ഇതാണ് സംഭവം കാസ്പിയൻ ടെറാപ്പി. സിദ്ധു ഹാസിം കാറ. അറേബ്യൻ ചില്ലി ഫിഷ്. ജോർദാനിയൻ കാര. സിപ്രീനിയൻ ഫിഷുകൾ കേട്ടോ. ഫിഷുകളുടെ ഭാഗമാണ് സിപ്രീനിയൻ ഫിഷ്. ഹംബ്രി അറബി. അറേബ്യൻ ഹിന്ദി. ഇവിടെയുണ്ട് കുറേ സാധനം കേട്ടോ. അറേബ്യൻ ഡാർക്ക്. ഓറഞ്ച് ഇയർ ഗോറ. ഇതിൽ കുറേ ഫിഷ് കേട്ടോ. ഓൾമോസ്റ്റ് പല പല ഫിഷുകളുണ്ട് അതിൽ. ഇത്രയും ഏരിയകളുണ്ടത്. പിന്നെ ഇവിടെ ഡെസേർട്ട് മോണിറ്റർ. സ്കോർപ്പിയോൺസ് ഉണ്ട്. ഇനി ഗ്രാസ് കീപ്പർ ചാടി. വാട്ടർ ഡൈവിംഗ് ബീച്ച്. സ്കോർപ്പിയോൺസ്. Praying mantis. Black bush cricket. Black bush cricket. ഇവരെ നമ്മൾ കണ്ടത് റെപ്റ്റൈൽസ് അങ്ങനത്തെ ടൈപ്പ് ഇട്ടായിരുന്നു കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരു ഇത് വെച്ചിട്ടുണ്ട്. റോപ്പ് ഇപ്പുറത്ത് കിളികളാണ് കുറേ. അപ്പോൾ ഇവർക്ക് മൂവ് ആയിരിക്കാൻ വേണ്ടി വെച്ചതാണ്. അതിൻ്റെ ഉള്ളിൽ പോയിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കിളികളുള്ള ഏരിയകൾ കേട്ടോ. മൗണ്ടൻ ഹാബിറ്റായിട്ട് ഒരു വലിയൊരു ഏരിയ അതിന് വേണ്ടിയിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്.
അവിടെ വേറെ കുറച്ച് കിളികൾ. ട്രാവൽ പ്ലെയിൻ ഹാബിറ്റാറ്റ്. ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ടോ സ്കിറ്ററിങ് ഫ്രോഗ്. സ്കിറ്ററിങ് ഫ്രോഗാണത്. അടുത്ത കുറച്ച് തക്കിളികൾ. കേട്ടോ ഫ്ലമിംഗോ. ഫ്ലമിംഗോ എന്ന് പറഞ്ഞൊരു CBSE ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ട് 8ാം ക്ലാസ്സിൽ. ഇവിടെ കുറച്ച് കിളികളൊക്കെ ഉണ്ട്. അപ്പോൾ സംഭവം നല്ല വെറൈറ്റിയാണ് കേട്ടോ. കാരണം അറേബ്യൻ ഹാര് ലർണബിൾ ബാറ്റി അല്ലേ. പ്ലാന്റ് ഫൗണ്ടൻ ഹാബിറ്റാറ്റ്. ഇവിടെയുള്ള സാധനങ്ങളൊക്കെയാണ്. അരാക്കിയ ടോട്ടിലിസ്, മിസിക്കസ് കിനാട്രിസിസ്, അക്കാഷ്യ മിലോസിക്ക, മോറിംഗ പെരഗ്രീന, ടെക്കമേല, അഞ്ചുവിച്ച. ഏതായാലും ഇവിടെയുള്ള സംഭവങ്ങളൊക്കെ കൂടെ എഴുതി വെച്ചിട്ടുണ്ട് ഇതിൽ കേട്ടോ. ഏതായാലും നല്ല മുതലാട്ടാ. ആകെ 20 റുപ്യയോടെ ആവണത്. 20 റുപ്യയുടെ ഒരുപാട് സംഭവങ്ങൾ കാണാനുണ്ട്. പക്ഷേ ഇതിക്ക് മാത്രമല്ല 20 റുപ്യ. മറ്റുള്ള സംഭവം നമ്മൾ കാണാൻ പോകുന്നതിനൊക്കെ 20 ദിർഹംസ്. സോറി 20 രൂപ അല്ലേ. അപ്പോൾ സംഭവം കിടുവാണേ. നല്ല വിശാലമായ സ്ഥലമാണ്. ഓക്കെ ഒഴിഞ്ഞ്. പിന്നെ ചൊവ്വാഴ്ച ഇവിടെ ഹോളിഡേ ആണ്. ബാക്കി എല്ലാ ദിവസങ്ങളും ഇവിടെ ഉണ്ടാകും. പിന്നെ 11 മണിക്കാണ് ഓപ്പണിങ് കേട്ടോ. 11 മുതൽ ഏകദേശം 5:30 വരെയാണ് ഇവിടുത്തെ ടൈമിങ്. ഈജിപ്ഷ്യൻ ഫോർട്ട് ബാറ്റ്. ബാറ്റുകൾ അത് ഇരുട്ടാണ് ഉള്ളത്. നെറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട്. ആണല്ലോ ഒമാനി ബ്ലൈൻഡ് ക്യാറ്റ് ഫിഷ്. ഇവർക്ക് നമ്മൾ ഇരുട്ടാണല്ലോ വേണ്ടത്. അതാണ് നമ്മുടെ ലൈറ്റ് ഇല്ലാത്തത്. അങ്ങനെ നമ്മൾ വീണ്ടും പുറത്തേക്ക് വരാണ്. ഒരുപാട് കിളികൾ ഇവിടെ ഉണ്ട്. മാംഗ്രോവ് ഹാബിറ്റാറ്റ്. മാംഗ്രോവ്സ്. ഇവിടെയൊക്കെ നിറച്ച് കിളികളുണ്ട് കേട്ടോ. അക്കാഷ്യ ടോട്ടിലിയസ്. അക്കാഷ്യ ടോട്ടിലിയസ്. പിന്നെ ഇവിടെയുള്ള കിളികൾ ഏതൊക്കെയാണെന്നുള്ള ഇവിടെ കൊടുക്കുന്നുണ്ട്. ബേർഡ്സ് അറേബ്യൻ വൈൽഡ് സെന്റർ. ഒന്ന് ലാഫിംഗ് ഡോഗ്, അൽ ഹമ്മാമുൽ വാഹിക്ക്. പിന്നെ അതുപോലെ തെപ്പാത്തുൽ ഹൊസ്നുൽ അഹ്മർ, റെഡ് ബാറ്റിൽഡ് ഫ്ലവർ, അബു മഹസിൻ, ബ്ലാക്ക് വിങ്ഡ് സ്റ്റിൻറ്റ്, ഇന്ത്യൻ സിൽവർ ബിൽ, അക്വയർ ഹിന്ദി, ഷബ്ദുൽ മിൻകാർ, അസർസൂർ, ട്രിസ്ട്രാംസ് ക്രാക്കിൾ, അസർസൂർ. അടുത്തത് അൽ ഹമ്മാമുൽ അഖ്ലർ, ഹമാമുൽ ഫാത്തിഹ്, ബ്രൂസ് ഗ്രീൻ പീജൻ, നുമാക്ക ഡോഗ്, ഹമാമുൽ നംപ, അൽ ബുൽബുൽ അബിയുൽ ഖദ്ദ്, വൈറ്റ് ചീക്കഡ് ബുൽബുൽ. ഇത്രയും സംഭവങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഇതാക്കണം നമ്മളെ താരങ്ങൾ. പിന്നെ അടുത്ത് ഇതോട്ടോ അൽവർഷ്.
അതോ ചങ്ങായ അതാ അടുത്തൊന്ന് കാറ്റ് കോർഡോൺസ് വൈൽഡ് കാറ്റ്. കാട്ടുപൂച്ച കേട്ടോ. ഫെലിസ് മർഗാറിക്ക, അതൊരു തരം പൂച്ചയാണ്. സാൻഡ് കാറ്റ്, അവിടെ സാൻഡ് കാറ്റ് കാണാമല്ലോ. സാൻഡ് കാറ്റ് ഇവിടെ എന്തായാലും ഒളിഞ്ഞിരിക്കണ്ടാവും. അതാക്കണ ചെക്കനത് അവിടെ നിൽക്കണം. ചെക്കൻ സാൻഡ് കാറ്റ്, സബ്ക ഹാബിറ്റാറ്റ്, മറ്റുള്ള സംഭവങ്ങളും അവിടെ പക്ഷികളൊക്കെയാണ്. ഇതൊക്കെ ഓപ്പൺ ആക്കിയിട്ട് കേട്ടോ, പക്ഷികൾക്ക് പാറാനുള്ള സ്പേസ് കിട്ടിയിട്ടുണ്ട്. ഏതായാലും സംഭവ ബഹുലാണ്. പക്ഷികളെ സ്ഥലം നല്ല രസമുണ്ട് കേട്ടോ. അടുത്ത് നമ്മൾ എൻ്റർ ചെയ്യണ നൈറ്റ് അനിമൽസിൻ്റെ ഏരിയക്കാണ്. അതിലൂടെ നൈറ്റ് അനിമൽസ്. അതാ പൂച്ച കാണുന്നുണ്ടോ? ഇതൊക്കെ നേരിട്ടൊന്ന് കാണട്ടോ, വീഡിയോയിൽ ക്ലിയറിട്ടില്ല. അതാ വേറെ കീരിയാണ്. മംഗൂസ്, വൈറ്റ് ടൈൽഡ് മംഗൂസ്. സ്മാൾ സ്പോട്ടഡ് ജനറ്റ്, അതടുത്ത് ഒരു പൂച്ച. അവനത് ഓടണവിടെ. അടുത്ത നായ, അറേബ്യൻ റെഡ് ഫോക്സ്. നായല്ല, കുറുക്കനാണ്. അറേബ്യൻ റെഡ് ഫോക്സ്. അത് അതിൽ കൂടെ ഉണ്ട്, ഇതിൻ്റെ ഉള്ളിലുണ്ട്, ക്ലിയർ ആവുന്നില്ല. ഓപ്പൺലെസ് ഫോക്സ്. ഇതൊക്കെ അത്രയും സ്പേസ് ഉണ്ടല്ലേ. ഡെസേർട്ട് കംസാലി, ഇവിടെയൊക്കെ ഡെസേർട്ടിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടോ? അത് ജീവികളൊക്കെയാണ് ഉടനെ. പിന്നെ അഡാപ്റ്റേഷൻ ടു ലീവ് ദ ഡാർക്ക് ഒക്കെ എൻ്റെ വിവരങ്ങളൊക്കെ ഇവിടെ എഴുതിച്ചിട്ടുണ്ട്. ഓപ്പൺലെസ് ഫോക്സിൻ്റെ ഏരിയയാണ്. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ, ഇതിലൊക്കെ ഉണ്ട്. പിന്നെ ഇത് ഇന്ത്യൻ ക്രസ്റ്റഡ്, ഓക്കെ, പോർക്ക് പെയിൻ, ഇന്ത്യൻ ക്രസ്റ്റഡ് പോർക്ക് പെയിൻ. ഇത് പന്നി, മുള്ളം പന്നിയാണ്. ഇതാണ് ചെക്കന്മാർ. സ്പൈനി മൗസ്. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട് കേട്ടോ സംഭവങ്ങൾ. ഈ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, പക്ഷെ ഇത് ഇഷ്ടമായിട്ടൊന്നും കാണില്ല. മൗസ് ഇത് ചാടണം. ഫാറ്റ് സാൻഡ് റാറ്റ്, അതാ റാറ്റ്. ഇതവിടെ ഫാറ്റ് സാൻഡ് റാറ്റ്. ഒരു തലയോട്ടിൻ്റെ ഇതിൻ്റെ ഉള്ളിൽ. ഇതിൽ ഇവിടെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ, പക്ഷെ ഇങ്ങനെ വീഡിയോയിൽ ക്ലിയർ ഉണ്ടാവില്ല, നേരിട്ട് വന്ന് കണ്ടാൽ മതി. ലിറ്റിൽ ഓൾ കേട്ടോ, ഇതിനുള്ളിലാണ്. ഇതുവരെ നമ്മൾ നൈറ്റ് അനിമൽസ്, നൈറ്റ് ജീവികളൊക്കെ കണ്ടിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും കുറേ നമ്മൾ കാണില്ല, വെച്ചാൽ വീഡിയോയിൽ ക്ലിയർ ഇല്ല ചിലതൊന്നും.
ചിലത് അതിൻ്റെ ഉള്ളിലാണ്, ചിലത് കൂട്ടുകളാണുള്ളത്. പിന്നെ രാത്രി അനിമൽസ് ആയതുകൊണ്ട് പകലൊരു ഇതുണ്ടാവില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഇനി നമ്മളിനി കുറച്ച് പുറത്തുള്ള കാഴ്ചകൾ കാണാം. ഓക്കെ, പുറത്തുള്ളൊരു കാഴ്ച ഇവിടെ വാഷ്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലേഡീസും റെസ്റ്റോറൻറ്റ്സിൻ്റെ പ്രത്യേകത ഇതാണ്. പിന്നെ ഇവിടെ ഇങ്ങനെ ഫുഡ് കഴിക്കുന്നുണ്ടാവും. ഇവിടെ നിറച്ച് കുട്ടികളൊക്കെ കണ്ട് ഫുഡ് കഴിക്കട്ടോ. ഇതൊരു സ്ഥലം ഈ ഏരിയയിൽ ഇങ്ങനെ ഫുഡ് കഴിക്കുക. ഫുഡ് കഴിക്കുമ്പോൾ തന്നെ നമ്മൾ മൃഗങ്ങളൊക്കെ ഇങ്ങനെ കണ്ടിട്ട് മാനുകൾ, കുറേ പ്രാവുകളുണ്ട്. വിശാലമായ രീതിയിൽ മുഴുവനുണ്ട്. ഇവിടെ പല ടൈപ്പ് മാനുകൾ കാണും കേട്ടോ. മാൻകൂട്ടങ്ങളിതാ, ഈന്തപ്പന മരങ്ങളുണ്ട്. അതിൻ്റെ ഇടയിലൂടെ നല്ല രസത്തെ കാണാൻ. വാവ്, സൂപ്പർ. ഇതൊക്കെ വെള്ളം കുടിക്കാൻ ഒരു അരുവിയുണ്ട്. അരുവിലൊന്ന് വെള്ളം കുടിക്കാം. വിശാലമായ സ്ഥലമാണ് അവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഇവിടെ. ഇവിടെയുള്ള സംഭവം അറേബ്യൻ ഓറിക്സ് ഇവിടെയുള്ള കൂടെ കൊടുത്തിട്ടുണ്ട്. അറേബ്യൻ ഓറിക്സ് ആണ് നമ്മളെ കായലിൽ നമ്മുടെ അറേബ്യൻ ഓറിക്സ്. പിന്നെ ഇവിടെ ഉള്ള ഓസ്ട്രിച്ച്. ഓസ്ട്രിച്ച് ഇവിടെ ഉണ്ടാവും, വെയിലാകൊണ്ടായിരിക്കും വരാത്തത്. ഓസ്ട്രിച്ച് ഉണ്ട് ഇതിൽ. പിന്നെ ഓസാലു റംല്, അവരുടെയും സാൻഡ് ഗസല്ല. അതാണ് ബ്രൗൺ കളർ. അങ്ങനെ കുറേ പക്ഷികളൊക്കെ ഉണ്ട് കേട്ടോ. ഒരു വലിയ കൊമ്പുള്ള മാൻ. കൊമ്പ്. അപ്പോൾ ഇനി ഫുഡ് കഴിച്ചു. ബബൂൺസ് ഏരിയയാണ്. കുറൂദ് റബ്ബ. സാക്രഡ് ബബൂൺസ് ഇതൊക്കെ നിൽക്കുന്ന സ്ഥലങ്ങളാണ്. ഓട്ടത്തിനൊക്കെ പോസ് ചെയ്ത് കൊടുക്കാം. സെൽഫി എടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. ആ കുട്ടി തരികൾ കഴിച്ചിട്ടേ അതിൻ്റെ അമ്മ പിടിച്ചേക്കാണ്, വാലിടിച്ചേക്കാണ്. ഓല ഭയങ്കര കൗതുക കേട്ടോ, ആൾക്കാരെ കണ്ടുണ്ട്. ചെറിയൊരു അടുത്ത വോൾഫ്സിന്റെ ഇതാട്ടോ, ഇത് ആബ് അതിൻ്റെ ഏരിയയാണ്.
ഏതൊക്കെ ഭാഗത്തോട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കൂടെ കൊടുത്തിട്ടുണ്ട്. ഇതിലാണ് ഉള്ളത്. ഇത്രയും സ്പേസ് അവർക്കുണ്ട്. അവിടെ കാണുന്നുണ്ട് കുറേ ചെന്നായിക്കോട്ടെ വോൾസ്. ഇതൊരു ചെന്നായി ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും സ്പേസുകളുണ്ട്. പിന്നെ അവിടെ നേരത്തെ കണ്ട ചെന്നായിക്കളല്ല, മാങ്കൂട്ടങ്ങനെ ഉണ്ട്, മാനുകളാണ്. അടുത്ത ലിബ കേട്ടോ. ഓക്കെ, ഇത് ഏരിയയിലുള്ളത് ഹയാന, സ്റ്റിപ്പഡ് ഹയാന. എല്ലായിടത്തും നെറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് ചെക്കബോർഡ് ഇങ്ങനെ കിടക്കുന്നത്. കൂട്ടിന് കുറച്ച് പ്രാവുകളുണ്ട് അവിടെ. ഇവിടെ വഴിയിലൊക്കെ ഇങ്ങനെ ഓരോ ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അനിമൽസിൻ്റെയും ജീവികളുടെയൊക്കെ ഇമേജസ് വരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത് നമ്മൾ പോണത് ഫുഹൂദ്. അതിൻ്റെ വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഉറങ്ങാൻ നല്ല മയക്കത്തിലാണ്. ആ ചക്ക നീച്ച് ഇതിന് കടുകിന് ഇട്ടുണ്ടല്ലോ. تراك اقول لك انت امشي الى راحتك لا تستعيد خطام مبعوث بس ايش في الممرات രണ്ടാണ് നല്ല ഉറക്കം. ഇപ്പം നീച്ചുണ്ട്. لما ارفع السود بعدين خلاص والله انا ترى تشوف النتي اللي مفتوحات في على صبعي غزال في തേറ്റപ്പല്ല് ഉണ്ടില്ലേ, തേറ്റപ്പല്ല്. حيوانات شبه الجزيره اللي موجودات في الخليج. ഫുഹൂദ് കഴിഞ്ഞ് അടുത്ത നുമൂർ. കേട്ടോ നെപ്പേട്. അപ്പോൾ ഇത്രയാണ് ഇത് സംഭവബഹുലമായ അറേബ്യൻ വൈൽഡ് ലൈഫ് സെൻറ്ററിൽ നമുക്ക് കാണാനുള്ളത്. ഒരുപാട് സംഭവങ്ങൾ കണ്ടു. ഓക്കെ, സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു. ഓക്കെ, ഒരുപാട് മൃഗങ്ങളെ കണ്ടു, ഒരുപാട് റെപ്റ്റൈൽസിനെ കണ്ടു, പിന്നെ വൈൽഡ് അനിമൽസിനെ, ഡൊമസ്റ്റിക് അനിമൽസിനെ, പല നൈറ്റ് അനിമൽസ് പലതും കണ്ടു. ഓക്കെ, പിന്നെ ഇതിന് ലാസ്റ്റ് ഒരു റിസപ്ഷൻ ഏരിയയിൽ കുട്ടികൾ കളിക്കാനുള്ളൊരു സംഭവമുണ്ട്. അത് വീഡിയോ ചെയ്തില്ല, അവിടെ കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. ഓക്കെ, അപ്പോൾ അതെന്തായാലും വെഴുത്തിയാണ്. 20 ദിർഹംസാണ് കൊടുക്കേണ്ടുള്ള ആകെ. അതുകൊണ്ട് ഒരുപാട് സംഭവങ്ങൾ കാണാനുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.